പഠിക്കാനായിട്ട് ശ്രമിക്കാം. അതിൽ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടുണ്ട്. ഒന്നും പല കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മളതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നീതിമാന്മാരായിട്ട് ജീവിക്കാൻ, നീതി ചെയ്ത് ജീവിക്കാനും അതുകൊണ്ട് പ്രതിഫലമുണ്ട്. കർത്താവിൻ്റെ വരവോരെയും സൽപ്രവൃത്തികളാലും നന്മ ചെയ്തും നീതിയോടെ ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് ഈ സങ്കീർത്തനം നമ്മളെ പ്രചോദനം തരികയാണ്. അതുകൊണ്ട് ദുഷ്ടന്മാരുടെ വഴിയിലല്ല, നീതിമാന്മാരുടെ പാതയിൽ നമുക്ക് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യമാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഒരു താരതമ്യ പഠന രീതിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. നീതിമാൻ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും ദുഷ്ടൻ, പിശാച് അഥവാ ശത്രുവായ സാത്താൻ്റെ ഒരു പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ ഏജൻ്റായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. സാത്താൻ എന്ന് പറയുന്നത് ആ ഏജൻ്റ് മുഖാന്തരം നീതിമാന്മാരെ, ബലഹീനരായ വിശ്വാസികളെ അവരുടെ വലയിൽ വീഴ്ത്തി, അവരുടെ ആലോചനയിൽ, അവരുടെ വഴിയിൽ നടത്തി, അവർക്ക് കൂടെയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ആ നീതിമാനായവനെ പോലും വീഴ്ത്തി തകർത്ത് കളയുവാൻ, അല്ലെങ്കിൽ നീതിമാനെ തകർക്കുവാൻ ദുഷ്ടൻ പല തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള വല വിരിച്ച് കുഴി കുഴിച്ച് നീതിമാനെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്നതാണ് ഈ ഏജൻസിയുടെ പണി. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ വളർത്തുകയല്ല, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, അദ്ദേഹത്തിന് വേണ്ട ഉദ്ദേശങ്ങളും അദ്ദേഹത്തിനോട് ഹെൽപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതായത് മുച്ചൂടും മുടിച്ച് കളയുകയാണ്, നശിപ്പിച്ച് കളയുകയാണ് പിശാചിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ തന്ത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇവരെ ഏറ്റവും വലിയൊരു അപകടം പറയാതിരിക്കാൻ പറ്റുകയില്ല. ദുഷ്ടന്മാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, പക്ഷെ നീതിമാന്മാർ ദുഷ്ടത പ്രവർത്തിച്ചാൽ തിരിച്ചറിയാൻ പ്രയാസമാണ്. ദുഷ്ടന്മാരെപ്പോഴും ദുഷ്ടന്മാരായിരിക്കും, അവരൊരിക്കലും മാനസാന്തരപ്പെടുകയില്ല. മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കാം. പക്ഷേ നീതിമാന്മാർ, അല്ലെങ്കിൽ നീതിമാന്മാരെന്നുള്ള പേരിൽ ജീവിക്കുകയും അവർ ദുഷ്പ്രവൃത്തി ചെയ്യുകയും ചെയ്താൽ അവരെ തിരിച്ചറിയുവാൻ കഴിയത്തില്ല. അതൊരു ഭയങ്കര അപകടമാണ്, അത് വലിയ ദോഷമാണ്, സമൂഹത്തോടും ദൈവത്തോടും ചെയ്യുന്ന ദോഷമാണ്, അനീതിയാണ്, അത് പാടില്ല. നീതിമാൻ പ്രാർത്ഥിക്കുന്നവനാണ്, നീതിമാൻ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്, ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്നവനാണ്, അവൻ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവനാണ്. ദുഷ്ടന്മാരങ്ങനെയല്ല, അവർ കാറ്റു പാറ്റുന്ന പതിർ പോലെയാണ്. അവൻ ന്യായവിസ്താരത്തിലും നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കത്തില്ല. അവർ ദൈവസന്നിധിയിൽ എപ്പോഴും ഒരു രഹസ്യം ഒളിപ്പിക്കും. ഒരു തുറന്ന മനസ്സോടെ ഹൃദയത്തിൻ്റെ വിശാലത നിൽക്കാൻ അവർക്ക് കഴിയത്തില്ല. അവർ ഓൾറെഡി ദുഷ്ടന്മാരാണ്, അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നു, നീതികേട് പ്രവർത്തിക്കുന്നവരാണ്. 73-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ 3-ാം വാക്യം,
ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ദുഷ്ടന്മാരെ പറ്റി പറയുന്നത് അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവർ മർത്യരെ പോലെ കഷ്ടത്തിൽ ആകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. അതിൻ്റെ 12ാം വാക്യം, ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. സ്വസ്ഥത, സുഖം, ആർഭാടം, ആഡംബരം അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. തൊട്ട് താഴെ അവരെ ആസാഫ് ദൈവസന്നിധിയിൽ ചെന്ന് ഈ ദുഷ്ടന്മാരുടെ അന്തം അല്ലെങ്കിൽ അവസാനം എന്താണ് എന്ന് അദ്ദേഹം ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്ത ഒരു വാക്യമാണ് 12ാം വാക്യം. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. 6ാം വാക്യം, ദുഷ്ടൻ്റെ വഴി നാശകരം ആകുന്നു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. കുഞ്ഞാൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അവർ തകർന്നു പോകാൻ വളരെ സാധ്യതയുള്ളൊരു കൂട്ടരാണ് ദുഷ്ടന്മാർ. അവർക്കിനി അല്പകാലമേ, അല്ലെങ്കിൽ ഒരല്പകാലം കൊണ്ട് അവർ കോടീശ്വരന്മാരാകും, അല്പകാലം കൊണ്ട് അവർ സമ്പന്നരാകും, അല്പകാലം കൊണ്ട് അവർ ഓടുന്നവരാണ് ദുഷ്ടന്മാർ. ഇവിടെ ഭക്തൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമേ, ഞാൻ ഈ കഷ്ടത്തെയും പ്രയാസവും ഒക്കെ സഹിച്ച് നിന്നെ സേവിക്കുന്നല്ലോ. അതിൻ്റെ 13ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും വെറുതെ ആയല്ലോ. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കുടുംബവും നിൻ്റെ വേല ചെയ്തത്. ദുഷ്ടന്മാരിങ്ങനെയാണെങ്കിൽ ഒരു നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടും ഈ ലോകത്തായിരിക്കുന്നു, അവർക്ക് ഈ ലോകത്തിലെ ജീവിതം വളരെ സന്തോഷകരമായി ജീവിക്കുന്നു, അതാണ് നല്ലത്, അതാണ് സന്തോഷമെന്ന് അവർ കരുതി ജീവിക്കുമ്പോൾ നീതിമാനായിരിക്കുന്ന ഒരു ഭക്തൻ പറയുന്നു, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളുടെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമായി പോയോ? ദൈവവേല ചെയ്തതും ദൈവത്തിന് വേണ്ടി ഇറങ്ങിയതും ഈ കഷ്ടത സഹിച്ചതും പട്ടിണി സഹിച്ചതും നിന്ന സഹിക്കുന്നതും ഈ തള്ളപ്പെടലും ഒറ്റപ്പെടലും ഏകാന്തതകളും നിരാശയൊക്കെ വാരിക്കോരി നമ്മുടെ തലയിലേക്കിടുമ്പോൾ തകർന്നു പോകുവാനാണ്? അല്ല, നീ അവരെ വാസ്തവമായി വഴിവഴുക്കുന്നത്. പ്രിയരെ, നീതിമാന് പ്രതിഫലമുണ്ടെന്ന് ലോകമനുഷ്യർ പറയും. അവിടെ ഭാരപ്പെടേണ്ട, നീതിയോടെ നമുക്ക് ജീവിക്കാം, ഒരു പ്രതിഫലമുണ്ട്. ദൈവഭക്തന്മാരെ, നീതിയോടെ നമുക്ക് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. അപ്പോൾ ദുഷ്ടന് ദൈവത്തെ അറിയത്തില്ല. സ്വന്തം ആലോചനയിൽ സ്വയം വഴിവെട്ടി പോകുന്നവരാണ് ദുഷ്ടൻ. നീതിമാന് വേണ്ടി വഴി കാണിക്കുന്നതും നീതിമാനെ കരുതുന്നതും നീതിമാനെ സൂക്ഷിക്കുന്നതും നീതിമാനെ ആലോചന പറഞ്ഞു കൊടുക്കുന്നതും ആരാണ്? ദൈവമാണ് ഒരു നീതിമാനെ നടത്തുന്നത്. കാരണമുണ്ട്, പലയിടങ്ങളിൽ ശത്രു കുഴി കുഴിച്ചിട്ടുണ്ട്. നിന്നെ തകർക്കുവാൻ, നിന്റെ തലമുറയെ വീഴ്ത്തിക്കളയുവാൻ ശത്രു പല പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. നീ നീതിയോടെ ജീവിക്കുമ്പോൾ ദൈവവും ദൈവത്തിൻ്റെ ദൂതന്മാരും നിന്നെ സംരക്ഷണം ചെയ്യും. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ, ആ വലയിൽ അകപ്പെടാതിരിക്കാൻ, ആ കുഴിയിൽ അകപ്പെടാതിരിക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ സൂക്ഷിക്കുന്നു. നിന്നെ പോകേണ്ട വഴി ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ഒരു നല്ലത്. ചില കഷ്ടത സഹിച്ചാൽ, ചില പ്രയാസം നിന്നയൊക്കെ സഹിച്ചാലും സാരമില്ല പ്രിയരെ, ഒരു പ്രതിഫലമുണ്ട്. ഇവിടെ പറയുന്നു, നീതിമാൻ്റെ വീട് പൊളിക്കുന്നവനും അവൻ്റെ വസ്തു വകകൾ സമ്പത്തും നന്മയും നശിപ്പിക്കുന്നവനും അവൻ്റെ നന്മ വരുന്ന വഴികൾ അടച്ചു കളയുന്നു, അവൻ്റെ ഉറവകളെ അടച്ചു കളയുന്നു, അവൻ്റെ കിണർ മൂടിക്കളയും, അവൻ്റെ നന്മ മൂടിക്കളയും. ഏത് വിധേനയും അവനെ ഉയരാതിരിപ്പാൻ നീ നിൻ്റെ തലമുറകളും അനുഭവിക്കേണ്ടത് തട്ടിയെടുത്ത് നശിപ്പിക്കുന്നതായ ഒരു ജോലിയാണ് ദുഷ്ടൻ്റെ ജോലി.
യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നു, ദുഷ്ടൻ ദുർമാർഗം വിട്ടുതിരിയുന്നില്ല. കാരണം അവന് വളരെ ലാഭകരമാണ്, അവരുടെ ബിസിനസ് വളരെ ലാഭകരമാണ്. പ്രിയരെ, നീതിമാൻ്റെ പ്രാർത്ഥന എങ്ങനെ? അവൻ്റെ പ്രാർത്ഥന എപ്പോഴും ലാഭമൊന്നുമല്ല, ഒരു നഷ്ടം തന്നെയുണ്ടല്ലോ. സങ്കീർത്തനം 20-ാം സങ്കീർത്തനം 1:13 വാക്യത്തിൽ വായിക്കുന്നു, സ്വമേധയാ പാവങ്ങളിൽ നിന്നും എന്നെ കഴുകണമേ എന്നാണ് നീതിമാൻ പ്രാർത്ഥിക്കുന്നത്. സ്വമേധയാ പാവങ്ങളിൽ നിന്നും, ഞാൻ അറിഞ്ഞും അറിയാതെയും പോയ തെറ്റുകളും കുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ കഴുകണമേ എന്നാണ്. പാപം എൻ്റെ മേൽ വാഴരുത് എന്നാണ് ഒരു നീതിമാൻ്റെ പ്രാർത്ഥന. പാപം കർത്താവേ എന്നിൽ വാഴരുതേ. കാരണം പാപിൻ്റെ കഠോരത, അതിൻ്റെ ശിക്ഷ, അതിൻ്റെ ന്യായവിധി അവനറിയാം, അതിൻ്റെ ശിക്ഷ അവനറിയാം. ഇവിടെ വായിക്കുന്നു, സദൃശവാക്യം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, നീതിമാൻ്റെ ഭവനമോ നിലനിൽക്കും. പ്രിയരെ, ദൈവവചനം ഇങ്ങനെ പറയുന്നു, നീതിമാൻ്റെ ഭവനം നിലനിൽക്കും. ദാവീദ് സങ്കീർത്തനം എഴുതിയപ്പോൾ നീതിമാനെ പറ്റി അധികം ഒന്നും എഴുതിയില്ല. എന്നാൽ സദൃശവാക്യത്തിൽ മകൻ ശലോമോൻ അതിനെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് ദുഷ്ടൻ, ആരാണ് നീതിമാൻ എന്നുള്ളത്. അപ്പന് നീതിയോടെ അല്ലെങ്കിൽ നീതിമാനായി പലപ്പോഴും ജീവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയെല്ലാം രാജാവായതുകൊണ്ട് നല്ല ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനങ്ങളിൽ പല സങ്കീർത്തനങ്ങളിലും നീതിയെപ്പറ്റി, നീതിമാനെപ്പറ്റി വ്യക്തമായി ഒന്നും എഴുതപ്പെട്ടിട്ടില്ല. ശലോമോൻ അത് തിരുത്തി. നീതിമാനെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് ശലോമോൻ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ദൈവം അവൻ്റെ ഭവനത്തെ വിശാലമാക്കും. നീതിമാൻ്റെ ഭവനത്തെ ദൈവം വിശാലമാക്കും, മെയിൻറ്റെയിൻ ചെയ്യും. അവൻ്റെ ഭവനം മെയിൻറ്റെയിൻ ചെയ്യും. എൻ്റെ ഭവനത്തെ ദൈവം മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തും. ദൈവത്തിന് മഹത്വം. അവിടെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ ദൈവം നികത്തി വിശാലത വരുത്തുന്നവന് നീതിമാൻ്റെ ഭവനം അതെന്നേക്കും നിലനിൽക്കും. ദുഷ്ടൻ്റെ ഭവനം, അവൻ്റെ കാര്യങ്ങളെപ്പറ്റി ദൈവവചനം എങ്ങനെ വായിക്കുന്നു? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ദുഷ്ടൻ്റെ ഭവന പണി അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് അവൻ്റെ ഭവനം പണിയുന്നത്? നീതികേട് കൊണ്ടാണ് അവൻ ഭവനം പണിയുന്നതെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. അവൻ നീതികേട് കൊണ്ട് അരമനയും നീതികേട് കൊണ്ട് മാളികയും പണിയുന്നു. നമുക്കറിയാം, വീട് മാത്രം പലർക്ക് വീട് മതിയല്ലോ. പക്ഷേ ഉല്ലാസത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി അരമനയും ഇവർ പണിയും. പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിലൊക്കെ വീടും സ്ഥലവും ഫ്ലാറ്റും ഒക്കെയുണ്ട്. ഇവർ ഉല്ലാസത്തിന് വേണ്ടി, ആഡംബരത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് അവസാനിപ്പിക്കുക, അതാണ് അവിടെ ലക്ഷ്യം. നീതികേട് കൊണ്ടാണ് ഇവരിതെല്ലാം നേടുന്നത്. സത്യസന്ധതയോടും നേരോടും കൂടെ അല്ല, നീതികേട് കൊണ്ട് അരമനയും മാളികയും പണിയുന്നുവെന്ന് വ്യക്തമായി യിരെമ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു. അപ്പോൾ അല്പം നമ്മൾ പിശാചിന് മുമ്പിൽ തല കുനിച്ചാൽ സമ്പത്തിൻ്റെ കുറച്ച് ഭാഗമൊക്കെ പിശാച് തരും. അപ്പോൾ നീതികേട് കൊണ്ട് ആ നീതി കേട് വരുത്തിയാൽ, ആ കേട് വന്നാൽ വളരെ പ്രയാസം അതിൽ നിന്ന് മടങ്ങി വരാൻ.
അതിൽ നിന്നൊരു മടങ്ങി വരവ് വളരെ പ്രയാസമാണ്. എത്രയോ ഭവനങ്ങൾ മാറാല പിടിച്ചു, വവ്വാല് കയറി ഒക്കെ കിടക്കുന്നു. ഭ്രാന്താലയം പോലെയും ഭാർഗവീ നിലയം പോലെയൊക്കെ കിടക്കുന്ന കൊട്ടാര സമാനമായ ഭവനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പട്ടണവാസികളായതുകൊണ്ട് ഭവനങ്ങളെല്ലാം ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവരായി തീരുന്നു. ദൈവഭക്തന്മാർ ഒരു വീടില്ലാതെ, വാടകയ്ക്ക് പോലും വീടില്ലാതെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ദൈവഭക്തന്മാരുമുണ്ട്. ഈ വീടുകളൊക്കെ ഇങ്ങനെ പണിതിട്ടിട്ട് അതിൽ പാർക്കുവാൻ ആളില്ലാതെയും കിടക്കുന്നവരുമുണ്ട്. അപ്പം നീതിമാന് ഒരു തിന്മയും ഭവിക്കുകയില്ല, നീതിമാന് ഒരു തിന്മയും ഭവിക്കത്തില്ല. പ്രിയരെ, നീതിയോടെ നമുക്ക് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതെല്ലാം കാണുമ്പോഴും ഏറിയ കൃപയോടും ഭക്തിയോടും ഭയത്തോടും കൂടെ യുദ്ധസേവ ചെയ്യണം. വചനമറിയാവുന്ന ഒരു ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി, ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കി നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടത് വളരെ പ്രാർത്ഥനയോടുകൂടെ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നീതിമാനും ഒരു തിന്മ ഭവിക്കത്തില്ല. സദൃശവാക്യം 12:21. ദുഷ്ടന്മാർ എല്ലാവരും കൂടി നീതിമാന് നേരെ തിന്മ ചെയ്താലും അതവന് ഭവിക്കുകയില്ല. എല്ലാവരും ഒന്നിച്ചുകൂടി നീതിമാനെതിരെ പദ്ധതി ഒരുക്കിയാലും ആ നീതിമാൻ ഒരു കേടും വരികയില്ല. കാരണം അവനെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്, ഇയ്യോബിനെ പ്രൊട്ടക്ഷൻ ചെയ്തത്, ഇയ്യോബിൻ്റെ ഭവനത്തെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടായിരുന്നു. ശത്രു അവനെ തൊട്ടത് ദൈവം അനുവദിച്ചതുകൊണ്ട്. ദൈവം അനുവദിക്കാതെ ഒരു നീതിമാൻ്റെ ഭവനത്തിലും അവൻ്റെ മേലും അവൻ്റെ സമ്പത്തിലും അവൻ്റെ നന്മയിലും ഒന്നും ശത്രു തൊടത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി നീതിമാന്മാരുടെ മേലുണ്ട്, അവൻ്റെ നിലവിളിക്കും തുറന്നിരിക്കുന്നു എന്നാണ്. നീതിമാൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, അത് വളരെ ശ്രദ്ധിക്കുന്നു ദൈവം. ദുഷ്ടൻ പ്രാർത്ഥിക്കത്തില്ല. നീതിമാൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, നീതിമാൻ്റെ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവം. യാക്കോബ് അപ്പോസ്തലൻ 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നത് നീതിമാൻ്റെ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരെ പ്രാർത്ഥനയെക്കാളും ആ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന, സ്വഭാവത്തുള്ള പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ക്രിയം സോതോമിന് വേണ്ടി സോതോം നശിക്കപ്പെടുന്നതിന് മുമ്പ് അബ്രഹാം സോതോമിനെ നശിപ്പിക്കരുത് എന്ന മധ്യസ്ഥതയുമായി ദൈവദൂതന്മാരുടെ മുമ്പാകെ ചെല്ലുന്നതും 50 പേരുണ്ടാകട്ടെ, 45 പേരുണ്ടാകണം, നീതിമാന്മാരുണ്ടെങ്കിൽ ഇത് നശിപ്പിക്കുമോ, 40 പേരുണ്ടെ നശിപ്പിക്കുമോ, 30 പേരുണ്ടെ നശിപ്പിക്കുമോ, 20 പേരുണ്ടെ നശിപ്പിക്കുമോ എന്നൊക്കെ, 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 25-ാം വാക്യം വായിക്കുന്നു. ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ, നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? 29-ാമത്തെ വാക്യം. അവൻ പിന്നെയും അവനോട് സംസാരിച്ചു, പക്ഷേ 40 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു തന്നെ ഞാൻ 40 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ താഴേക്ക് വായിച്ചാൽ മതി.
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. അപ്പോൾ മധ്യസ്ഥത ചെയ്യുന്ന അബ്രഹാമിനെ കാണുകയാണ്, മധ്യസ്ഥത ചെയ്യുകയാണ്. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പാണ്. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, അവരുടെ പ്രാർത്ഥനയും വെറുപ്പാണെന്ന് ചിന്തിക്കാൻ പറ്റും. കായീൻ ശരീരനാണ്, കൊലപാതകനാണ്, ദുഷ്ടനാണ്. ദുഷ്ടൻ അവൻ്റെ മേൽ വാഴുന്നത് കൊണ്ടാണ് നന്മ കാണാതെ പോയത്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തിന്മ മാത്രം ചെയ്യുന്നത് ദുഷ്ടൻ അവൻ്റെ മേൽ വാഴുന്നത് കൊണ്ടാണ്. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പാണ്. നേരില്ലാത്തവനാണ് ദുഷ്ടൻ, സത്യമില്ലാത്തവനാണ് ദുഷ്ടൻ, അസത്യം പറയുന്നവനാണ് ദുഷ്ടൻ, വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് ദുഷ്ടൻ, മറ്റുള്ളവർ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യാത്തവനാണ് ദുഷ്ടൻ, സ്വന്തം കാര്യം നോക്കുന്നവനാണ് ദുഷ്ടൻ, സ്വയം പ്രശംസിക്കുന്നവൻ, സ്വയം താഴ്മയില്ല വിനയമില്ലാത്ത, മറ്റുള്ള വേദനകളെ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, മറ്റുള്ള മനുഷ്യനെ മാനിക്കാൻ കഴിയാത്ത, മനുഷ്യനെ മനസ്സിലാക്കി അവരോട് സ്നേഹത്തിൽ അവരുമായി ഇടപെടുവാൻ കഴിയാത്ത, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് ദുഷ്ടൻ. നീതികേട്, നേരില്ലാത്ത, സ്വയം നിൽക്കുവാൻ കഴിവില്ലാത്ത, സ്വയം തീരുമാനത്തിൽ നിൽക്കുവാൻ കഴിവില്ലാത്ത, മറ്റുള്ളവരെ ആശ്രയിച്ച് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും അവരുടെ സന്തോഷത്തിനും അവരുടേതായ മാത്രം തീരുമാനത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചവനാണ് ശരിക്കും പറഞ്ഞ ദുഷ്ടൻ. അവനുള്ള അഭക്തൻ. ദൈവത്തിൽ നമ്മളൊന്നും പ്രാപിക്കുന്നില്ല. നീതിമാൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, വളരെ പ്രതിഫലം അവൻ അനുഭവിക്കും. നമുക്കറിയാം, ശീമോനായ ഒരു മനുഷ്യൻ, വൃദ്ധനായ ഒരു മനുഷ്യൻ, ഒരു ഭക്തനായ മനുഷ്യൻ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 26 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ സമാധാനത്തിനു വേണ്ടി കാത്തിരുന്നൊരു നീതിമാനെ പറ്റി. ലൂക്കോസ് 2:26. ഇസ്രായേലിൻ്റെ സമാധാനത്തിനായി കാത്തിരിക്കുക. അവൻ്റെ മേൽ അരുളപ്പാടുണ്ടായിരുന്നു, നീ യേശുവിനെ നീ കാണാതെ മരണം കാണുകയില്ല. അവനൊറ്റൊരാഗ്രഹമുള്ളൂ, ഇസ്രായേലിൻ്റെ സമാധാനം ഉണ്ടാകും, ഇസ്രായേൽ ജനത്തിന് സമാധാനം ഉണ്ടാകും, ഇസ്രായേലിൻ്റെ ദൈവപ്രവൃത്തി വെളിപ്പെടണം. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദേവാലയം വിട്ടുമാറാതെ ഭക്തനായൊരു ശിമിയോൻ ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിച്ചു എന്ന്. മറിയയും യോസഫും യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ യേശു കുഞ്ഞിനെ ഈ ശിമിയോൻ കണ്ടു, കരങ്ങളിലേന്തി. ആ വാക്യം പിന്നീട് വായിച്ചു പഠിച്ചാൽ മതി. നീതിയെ പിന്തുടരുക, നീതിമാനെ കുറിക്കൊള്ളുക. നീതിയെ നമ്മൾ പിന്തുടരണം. നീതി എവിടെയുണ്ടോ, ആ നീതി എവിടെയാണോ ഉള്ളത് അവിടേക്ക് നമ്മൾ പറിച്ചു നടപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ എത്തപ്പെടണം. നമ്മൾ പാർക്കുന്ന സ്ഥലം, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം വിവേചിക്കണം. നമ്മൾ നന്മ മുടങ്ങും, നമ്മുടെ അനുഗ്രഹം മുടങ്ങും, നമ്മുടെ വഴികൾ മുടങ്ങും. സമാധാനമുള്ള ദേശത്ത് നമ്മൾ പാർക്കണം. അങ്ങനെയുള്ള ദേശത്തേക്ക് പോകാനായിട്ട്, അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുവാനായിട്ട് ശ്രമിക്കണം. നോഹയെപ്പോലെ പാപത്താലും ലയച്ചത് കൊണ്ടും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് നടുവിൽ പോയി കഷ്ടത അനുഭവിച്ചതുപോലെയല്ല. അതാ അന്നത്തെ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. നോഹ നീതിമാനായതുകൊണ്ട് ദൈവം നോഹയെ അനുഗ്രഹിച്ചു, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അതുകൊണ്ട് ആ 8 പേരടങ്ങുന്ന പേര് പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നീട് ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. നമ്മളൊരു ദേശത്ത് ചെന്നാൽ ആ ദേശത്തൊരു നീതിമാനുണ്ടോ എന്ന് നമ്മൾ നോക്കും. ആ ദേശത്തൊരു നീതിമാൻ ഇല്ലെങ്കിൽ വളരെ അപകടമാണ് ആ ദേശത്ത്. നീതിമാന്മാരെ ദൈവ സഭയിൽ മാത്രമല്ല, നീതിയോടെ ജീവിക്കുന്ന പുറത്തുള്ള മനുഷ്യരുണ്ട്, നല്ല മനുഷ്യരുണ്ട്. എല്ലാ നീതിയോടെ ജീവിക്കുന്ന, മര്യാദയായി ജീവിക്കുന്ന, ഭക്തിയോടെ ജീവിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിന് മഹത്വം. ഞാൻ പറഞ്ഞത്, നീതിമാന്മാർ ദുഷ്ടത ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നീതിമാൻ വഷളത്വം ചെയ്യുമ്പോഴാണ് ദുഷ്ടന്മാർ ദേശത്ത് നടക്കുന്നതെന്നാണ് 16-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത്. 16-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ
12-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യത്തിലെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്തെ പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കും. അപ്പോൾ ദുഷ്ടന്മാർ ദേശത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ കാര്യമൊന്നും നമ്മൾ തന്നെ. നീതിമാന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ, ഭക്തന്മാരുടെ ഇടയിൽ അനുസരണക്കേട് പ്രബലപ്പെടുമ്പോൾ, അനീതി പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ ഓട്ടോമാറ്റിക്കലിയായി അവിടെ വെളിപ്പെടും. പിന്നെ അവരായിരിക്കും നിയന്ത്രിക്കുന്നത്. നിനക്ക് ഭക്തിയില്ലെങ്കിൽ അവർ നിന്നെ ഭക്തി പഠിപ്പിക്കും. നിനക്ക് സ്നേഹമില്ലെങ്കിൽ അവർ നിന്നെ സ്നേഹം പഠിപ്പിക്കും. അത് ഭക്തന്മാരെ ആ സമയത്തവിടെ വെളിപ്പെടും. ഓക്കെ, അങ്ങനെ നീതിമാനെ എന്തു ചെയ്യും? അവന് ഉറപ്പുണ്ട്, യഹോവ എന്നെ താങ്ങും. സങ്കീർത്തനം 3-ാം സങ്കീർത്തനം 5-ാം വാക്യം, 4-ാം സങ്കീർത്തനം 8-ാം വാക്യം, സമാധാനത്തോടെ ഞാൻ ഉറങ്ങും. നീതിമാൻ്റെ ആ ഒരു ഉറപ്പാണ്. ആ സമാധാനത്തോടെ, സമാധാനമുണ്ട്. ദുഷ്ടന് സമാധാനമില്ല. ദുഷ്ടന് സമാധാനമില്ല. സദൃശവാക്യം 3-24 വായിക്കുന്നു, ഞാൻ സുഖകരമായി ഉറങ്ങും, സുഖത്തോടെ ഉറങ്ങും. ദുഷ്ടന് ഒരു സുഖമില്ല, അവന് ഉറക്കമില്ല. അവന് ഉറക്കം നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയും അവനുണ്ട്. കാരണം അവൻ്റെ മനസ്സ് മുഴുവനും അവനുണ്ടാക്കിയ സമ്പത്തിലാണ്, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല. നീതിമാൻ അങ്ങനെയല്ല, അവൻ ദരിദ്രനാണ്, അവന് ഭക്തി മാത്രം മുറുകെ പിടിച്ചിരിക്കുകയാണ്. നഷ്ടപ്പെടാനൊന്നുമില്ല, അവൻ സുഖകരമായി കിടന്നുറങ്ങും. ദൈവവചനം വായിക്കുന്നു, നീതിമാനെ ഉപദേശിക്കുക, അവൻ അഭിവൃദ്ധി പ്രാപിക്കും. നീതിമാനെ ഉപദേശിച്ചാൽ അവൻ വീണ്ടും വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും. ദുഷ്ടനെ ഉപദേശിച്ചാൽ അവൻ തട്ടിക്കളയും, ആ ഉപദേശം നിരസിക്കും. അപ്പം ദുഷ്ടനെ ഉരലിലിട്ട് അവല് പോലെ ഇടിച്ചാലും അവനെ ദുഷ്ടത വിട്ടു മാറുകയില്ല എന്ന് വചനം പറയും. അപ്പോൾ ആ ദുഷ്ടനോട് എത്ര നമ്മൾ ഉപദേശിച്ചാലും കേൾക്കത്തില്ല. ഒരിക്കലും ദുഷ്ടനെ ഉപദേശിച്ചാൽ ദുഷ്ടൻ കേൾക്കത്തില്ല, അതനുസരിക്കത്തില്ല. എന്നാൽ ദുഷ്ടന്മാരോട് പറഞ്ഞാൽ ദുഷ്ടൻ കേൾക്കും. ദുഷ്ടന്മാർ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, ആ ദുഷ്ടതയോടെ, ആ ദുഷ്ടതയ്ക്കകത്ത് പൊതിഞ്ഞ് ആ ദുഷ്ടതയെല്ലാം പുരട്ടി അതവന് കൊടുത്ത് അവൻ കഴിക്കും. നീതി ഫലം അല്ലെങ്കിൽ നീതിയിൽ പുരട്ടിയെ കൊടുത്ത് അവൻ കഴിക്കത്തില്ല, അത് ഇഷ്ടം, അലർജി അവന്. അപ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന ദുഷ്ടന്മാർ കേൾക്കും. അതനുസരിച്ച് അവർ വീണ്ടും വീണ്ടും ഓരോ അക്രമങ്ങളും അനീതികളും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവവചനം വായിക്കുന്നത് ഇങ്ങനെയാണ്, ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. അപ്പോൾ ദോഷങ്ങളെ പൊഴിക്കുന്നത് ആരാ? ദുഷ്ടന്മാർ. നീതിമാൻ്റെ കൂട്ടുകാരനെ വഴികാട്ടിയാകും. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകും. നീതിമാൻ ഒരിക്കലും വഴിതെറ്റിച്ച് പറയത്തില്ല. ചിലയിടങ്ങളിലൊക്കെ നമ്മൾ സുവിശേഷവേലയ്ക്കൊക്കെ പോകുമ്പോൾ ചിലരൊക്കെ വഴിതെറ്റിച്ച് പറയും. കാരണം അവർക്ക് നമ്മൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട്, അവൻ്റെ ദുഷ്ടൻ അവൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പ്രവർത്തിക്കും. അപ്പോൾ തന്നെ നമ്മൾ വാഹനം ഓടിച്ച് പോവുകയാണെങ്കിൽ വെള്ള ഷർട്ടാണ് ഉപദേശിയാണെന്ന് അറിയെങ്കിൽ ഇപ്പം നാഷണൽ പെർമിറ്റ് ലോറിയോ അല്ലെങ്കിൽ വലിയ വാഹനങ്ങളോ, ഇപ്പം നമ്മോട് എന്തെങ്കിലും സുവിശേഷ വേലക്കാരോടോ അല്ലെങ്കിൽ ബന്ധക്കോസുകാരോടൊക്കെ ചില അസൂയ പണക്കും ദേഷ്യമൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മളെ കാനയിലോട്ട് തള്ളിയിടും. ആ കാനയ്ക്കകത്തോട്ട് ചേർക്കും, മതിലിനോട് ചേർക്കും. നമ്മളെ തട്ടിക്കളയാൻ വേണ്ടി, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവനൊരു ചെറിയ ശ്രമം നടത്തും. അവന് ഡ്രൈവിംഗ് അറിയാത്തത് കൊണ്ടല്ല, അവന് ഇഷ്ടമല്ല നമ്മളെ കാണാൻ. അപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവ് എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മളെ അങ്ങോട്ട് തട്ടാൻ പറയും. നമ്മൾ തട്ടും, ചിലപ്പോൾ നമ്മുടെ തല എന്നെവിടെയോ അല്ലെങ്കിൽ ആ സ്ഥലം ചിലപ്പം ആ ക്ഷണത്തിൽ മരണം അനുഭവിക്കാനായിട്ട് ചിലപ്പോൾ ഒഴിച്ച് മരണം സംഭവിച്ചേക്കാം. അപ്പോൾ അവരാണ് കൂട്ടുകാരന് വഴികാട്ടി, അത് ഒരിക്കലും അവനെ കുഴിയിൽ കൊണ്ട് ചാടിക്കത്തില്ല. നീതിമാന് കറക്റ്റ് വഴി പറഞ്ഞു കൊടുക്കും. ഇന്ന വഴി ഇന്ന ചെന്നാൽ മതി, ഇന്നടത്ത് ചെല്ലണം. അപ്പോൾ അവനൊന്നോട്ട് പിടിച്ചു നിർത്തി പറയും, ഇന്ന വഴി പോകണം. അവനോട് കുറച്ച് ഉത്തരവാദിത്വം പെട്ടെന്ന് വരും. നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും അവൻ നമ്മളോട് ഉത്തരവാദിത്വം അവനുണ്ടാവും. അവനാണ് നീതിമാൻ. നിങ്ങൾ ആ വഴി പോകണം, ആ വഴി പോയാൽ അവിടെ ഇന്ന വല്ല പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഈ വഴി പോകുമ്പോൾ അവിടെ ഒരു ഇതുണ്ട്, അപ്പോൾ ആ വഴി തന്നെ പോകണം, പോയി കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ പറയും.
അല്ലെങ്കിൽ പറയുന്ന പോലെ പോകാതിരിക്കുന്നത് നല്ലത്, അവിടെ കൊള്ളത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകും, അല്ലെങ്കിൽ ചിലർ പറയും. പല നിലയിലും നമ്മുടെ വഴി തടയുന്ന ദുഷ്ടാത്മാക്കളുമുണ്ട്. അപ്പോൾ ദുഷ്ടന്മാരുടെ വഴിയോ അവരെ വഴി തെറ്റിച്ച് നടക്കുമാറാക്കുന്നു. സദൃശവാക്യം 12-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദുഷ്ടൻ്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്. ആ വാക്യം നിങ്ങൾ തന്നെ പഠിച്ചാൽ മതി. ദേശമാണോ എന്താണെങ്കിലും ദുഷ്ടൻ്റെ വഴി നമ്മൾ തിരഞ്ഞെടുക്കരുത്. നീതിമാൻ്റെ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു. നീതിമാൻ്റെ വെളിച്ചം ഇരുട്ടിൽ ഇങ്ങനെ പ്രകാശിക്കും. നീതിമാൻ്റെ വെളിച്ചം ഇരുട്ടി പ്രകാശിച്ചുകൊണ്ടിരിക്കും. സദൃശവാക്യം 13-ന്റെ 9. അവരുടെ വെളിച്ചമാണ് ലോകം കാണേണ്ടത്. മറ്റുള്ളവർ കാണേണ്ടത് നമ്മുടെ വെളിച്ചമാണ്, നമ്മുടെ പ്രവൃത്തികളാണ്, സൽപ്രവൃത്തികളാണ്, നന്മകളാണ്, സ്നേഹമാണ്, മാതൃകയുള്ള ജീവിതമാണ് ലോകം കാണേണ്ടത്. ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. ദുഷ്ടന്മാരുടെ വിളക്ക് കത്തിക്കും, അത് കെട്ടുപോകും. അവർക്ക് ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോയിക്കൊണ്ടിരിക്കും. അവരെത്ര കത്തിച്ചാലും അത് കെട്ടും, ഊതാതെ തന്നെ കെട്ടുപോകും. നീതിമാൻ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നുവെന്ന് സദൃശവാക്യത്തിൽ വായിക്കും. നീതിമാൻ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. ഒരു ദേശത്തൊരു നീതിമാനുണ്ടെങ്കിൽ ആ ദേശത്ത് അനർത്ഥം വരികയില്ല. നമ്മൾ ആദ്യം കേട്ടല്ലോ, ഒരു ദേശത്തൊരു നീതിമാനുണ്ടെങ്കിൽ ആ ദേശത്ത് അനർത്ഥം വരികയില്ല. അബ്രഹാം ആ ദേശത്തുണ്ടായിരുന്നു. ആ ദേശത്തെ ദൈവം പിടിപ്പിച്ചത്. സോദോമിൽ നീതിമാന്മാർ കുറവായിരുന്നു, ലോത്ത് മാത്രം. അബ്രഹാമിൻ്റെ മധ്യസ്ഥതയിൽ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി, ലോത്തിൻ്റെ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നതായി കാണുന്നു. ദുഷ്ടന്മാർ അനർത്ഥത്തിൽ നശിച്ചു പോകും. ദുഷ്ടന്മാർ അനർത്ഥത്തിൽ നശിച്ചു പോകും. സദൃശവാക്യം 24-16. നീതിമാന്റെ അപ്പൻ അവനിൽ ആനന്ദിക്കും. ഒരു ചിന്ത പറയാം, ദുഷ്ടന്മാരുടെ മാതാപിതാക്കൾ എന്തു ചെയ്യും? അവനെ ഓർത്ത് ദുഃഖിക്കും. ദുഷ്ടനെ ഓർത്ത് ആരും ദുഃഖിക്കാറില്ല. അവൻ നാശത്തിലേക്ക് പോകുന്നവനായതുകൊണ്ട് അവനെ ആരും ഓർത്ത് ദുഃഖിക്കത്തില്ല. കാരണം അവന് അതിൽ കമ്മിറ്റഡാണ്, സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. ദുഷ്ടന് വേണ്ടി പണി ചെയ്യുന്നവരാണ്, ഏജൻ്റാണ്. അപ്പോൾ അവനെവിടെങ്കിലും നശിക്കാൻ തന്നെയാണ് അവൻ്റെ തീരുമാനം. എന്നാൽ ദൈവത്തിന് അവനെ മാറ്റുവാൻ കഴിയും. ചിലർക്കിത് കേൾക്കുമ്പോൾ ഓക്കാനം വരും. നീതിമാനെ പറ്റിയും ദുഷ്ടനെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ ഓക്കാനം വരും. അപ്പോൾ ഇവിടെ ദുഷ്ടന്മാർ അനർത്ഥം കൊണ്ട് നിറയും. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ നട്ടുച്ചവരെ അധികമായി ശോഭിച്ചു വരുന്നതാണ്. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ നട്ടുച്ച അതിന് അധികമായി ശോഭിച്ചുകൊണ്ടിരിക്കും. അത് നീതിമാന്മാരുടെ വെളിച്ചം. ദുഷ്ടന്മാരുടെ അനർത്ഥം കൊണ്ട് അത് കെട്ടുപോകും. ദുഷ്ടൻ്റെ പാതയോ അന്ധകാരം അത്രയാണ്. ദുഷ്ടൻ എവിടെ പോയാലും അത് അന്ധകാരമായിരിക്കും. ചില ദേശത്ത് ചെന്നാൽ അവിടെ അന്ധകാരം കാണാൻ പറ്റും. ചില വീട്ടിൽ ചെന്ന അന്ധകാരം, ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ നിഴലിച്ചിരിക്കുന്ന അന്ധകാരമുണ്ട്. നമ്മളൊക്കെ ശുശ്രൂഷയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ദൈവാത്മാവ് വിവേചിച്ച് തരും. ചില അന്ധകാരം പിടിച്ച സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ വലിയ പോരുകൾ സഹിക്കേണ്ടി വരും. പ്രാർത്ഥിക്കാൻ ആരും നമ്മളോട് കാണത്തില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. ചില സഭകളിൽ ശുശ്രൂഷിക്കുമ്പോഴും അവരൊന്നും വേണമെങ്കിൽ വന്ന് ശുശ്രൂഷിച്ചിട്ട് പൊക്കോട്ടെ, അങ്ങനെ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യത്തില്ല. ആരാധിച്ച് പാടിയോ നമ്മളെ പ്രോത്സാഹിപ്പിക്കത്തില്ല, വചനം വായിച്ചു തരത്തില്ല. വേണമെങ്കിൽ തന്നെ വായിക്കട്ടെ, തന്നെ തൊണ്ട പൊട്ടി കീറുന്നവരെ പാടിക്കോട്ടെ. അങ്ങനെ സപ്പോർട്ട് ചെയ്യാത്ത ചില ആത്മാക്കളുമുണ്ട്. ഇപ്പോൾ ദുഷ്ടന്മാരുടെ പാത അന്ധകാരം അത്രേ. അവരെവിടെ പോയാലും അന്ധകാരമായിരിക്കും, ഒന്നും ശരിയാവില്ല. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണ് നീതിമാൻ.
നീ ലജ്ജിച്ച് പോകരുത് കേട്ടോ. ദൈവത്തിലെ ഒരിക്കലും ലജ്ജിച്ച് പോകരുത്, നീതിമാന് പ്രതിഫലമുണ്ടെന്ന് ലോക മനുഷ്യർ പറയും. നിനക്ക് പ്രതിഫലമുണ്ടെന്ന്. നീതിയോടെ ജീവിച്ചാൽ അവർ പറയും, അദ്ദേഹം ഒരു ഭക്തൻ തന്നെയാണ്. യേശുവിനെ പറ്റി പറഞ്ഞില്ലേ, ഇത്രയും ക്രൂശ് കിടക്കുന്ന വ്യക്തിയായിട്ട് ഒരു ഭടൻ പറഞ്ഞില്ലേ, പട്ടണക്കാരൻ പറയും അവൻ വാസ്തവത്തിൽ നീതിമാനായി. നീ നീതിയോടെ ജീവിച്ചാൽ, നീതിയെ പിന്തുടർന്നാൽ അതിനൊരു പ്രതിഫലം ഉണ്ടാകും. നിശ്ചയം ദൈവം തരും. ലോകത്തെ നല്ലത് ചെയ്താൽ, ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ ലോകത്ത് സ്റ്റേജിൽ വിളിച്ചു കെട്ടി പൊന്നാട അണിയിക്കുകയും വലിയ ഹാരങ്ങളും പ്രതിഫലങ്ങളും ക്യാഷ് പ്രൈസൊക്കെ തരുന്നുണ്ടല്ലോ. ഈ ലോകത്തിൽ തരുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് തരും പ്രിയരെ. ദൈവത്തിൻ്റെ ഒരു പ്രതിഫലമുണ്ട്. ദൈവത്തിന് വേണ്ടി നമ്മൾ നിന്നാൽ, ദൈവത്തിന് വേണ്ടി നീതിയോടെ, ന്യായത്തോടെ, സത്യത്തോടെ, വിശ്വസ്തയോടെ നിന്നാൽ, വിശുദ്ധിയോടെ നിന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ മാനിക്കും. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ 19 വാക്യം, തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടു തിരിയുന്നില്ല എന്ന്. ദുഷ്ടൻ ഒരിക്കലും തൻ്റെ ദുഷ്ടത വിട്ടു തിരിയുന്നില്ല. അപ്പോൾ അവിടെ ആ ദുർമാർഗത്തിലേക്ക് അനേകരെ വീഴ്ത്താനും ആകർഷിക്കാനും ഒത്തിരി പരസ്യങ്ങൾ കാണിക്കും. ഇവർ പരസ്യത്തിൽ കൂടെയാണ് ആൾക്കാരെ വീഴ്ത്തുന്നത്. വസ്ത്രത്തിൽ കൂടെയും പരസ്യത്തിൽ കൂടെയും വേഷത്തിൽ കൂടെയും ലൈറ്റിങ് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ ആൾക്കാരെ എന്ത് ചെയ്യും? വശീകരിക്കും. നമ്മൾ വശീകരിക്കപ്പെട്ടു പോകരുത്. ദുഷ്ടൻ്റെ വശീകരണത്തിലായി പോകരുത്. വിവേചിക്കണം. ഈ പല പരസ്യങ്ങളിലും അഭിനയിക്കുന്നവർ ഇതൊന്നും ഉപയോഗിക്കാത്തവരാ. സോപ്പിന് പരസ്യം ചെയ്യുന്ന സോപ്പ് ആരും ഉപയോഗിക്കുന്നവരല്ല. ആ സോപ്പ് ഉപയോഗിച്ചാൽ ഒരു പ്രയോജനമില്ല. പക്ഷെ പരസ്യം ചെയ്യും, ക്യാഷ് കൊടുക്കും. വസ്ത്രം, കാറിൻ്റെ പരസ്യം, കാറ് പക്ഷെ ടോപ്പിന് ആളനെ കൊണ്ടായിരിക്കും ആ കാർ പരസ്യം ചെയ്യുന്നത്. പക്ഷെ ആ കാറ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാറായിരിക്കത്തില്ല, നല്ല വാഹനമായിരിക്കത്തില്ല. പരസ്യത്തിൽ കൂടെ ആളുകളെ ആകർഷിക്കുവാൻ പല തന്ത്രങ്ങളാണ് പരസ്യ കമ്പനിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നു, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുമായിരിക്കും. നീതിമാന് വേണ്ടി ഒരുപക്ഷെ ആരെങ്കിലും മരിക്കും. കാരണം നന്മ ചെയ്ത വ്യക്തിക്ക് വേണ്ടി, അല്ലെ നീതി മാത്രം ചെയ്ത വ്യക്തിക്ക് വേണ്ടി. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം വേർപെടുമ്പോൾ ചിലപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ആരോ ഒരു നല്ല മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആരോ മരിച്ചു എന്ന്, ആത്മഹത്യ ചെയ്തു. അദ്ദേഹമില്ലാത്ത ലോകത്ത് ഞാനുമില്ല. ആരാണെന്ന് എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. മറ്റൊരു ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തികൾ, ആഹാരം കൊടുത്തു കാണും, വീട് വെച്ച് കൊടുത്തു കാണും, വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു കാണും, എപ്പോഴും അവരുടെ കൂടെ ഇടപഴകി ജീവിച്ച വ്യക്തിയായിരിക്കാം, സ്നേഹമുള്ള വ്യക്തിയായിരിക്കാം, ഒരു മനുഷ്യപ്പറ്റുള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ അദ്ദേഹം തന്നെ വലിയ വിശ്വാസിയൊന്നുമല്ല, മനുഷ്യൻ തന്നെയായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭക്തനും മരിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കും. ദേശത്ത് നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കണം. ഇപ്പം സന്തോഷമില്ല. ദൈവമക്കൾ ദേശത്ത് കൂടി വർദ്ധിച്ചു വരുമ്പോൾ പെന്തക്കോസ്ത് സഭ കൂടുന്നു, പാസ്റ്റർമാർ ഇറങ്ങി നടക്കുന്നു, കൺവെൻഷന് മീറ്റിങ്ങുകൾ ക്രൂസൈഡുകൾ നടക്കുന്നു, ദൈവദാസന്മാർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ഒരു കാണുമ്പോൾ ചിലർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ന് സന്തോഷം. അവർ എങ്ങനെ ഈ നാട് കടത്തണം? ബംഗാളികളെല്ലാം വന്ന് നമ്മുടെ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം തിരിച്ച് നാട് കടത്തണമെന്ന് ഇടയ്ക്കൊരു തീരുമാനമുണ്ടായി. പക്ഷേ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അവർക്കൂടെ അവകാശപ്പെട്ട സ്ഥലമാണിത്. അത് നല്ല മനുഷ്യരുണ്ട്, ക്രിമിനൽസുണ്ട്, നന്നായിട്ട് കുടുംബജീവിതം നയിക്കുന്നവരുണ്ട്. ഈ രണ്ടും ഒന്ന് കൂട്ടത്തിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് അവരെ ഓടിക്കാനൊന്നും പറ്റത്തില്ല. അവരും സഹജീവികളാണ്. പ്രിയരെ, ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ. പട്ടണം സന്തോഷിക്കും. നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. സദൃശവാക്യം 11-ാം അധ്യായം
അതിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, നീതിമാൻ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. ഇതിൻ്റെ വെളിപ്പാട് നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ. ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 18:25 നമ്മൾ വായിച്ചല്ലോ. അബ്രഹാം മധ്യസ്ഥത ചെയ്തു. ദൂതന്മാരുടെ മുമ്പോട്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട് പറയും, പോകരുതേ, അങ്ങോട്ട് പോകരുതേ, അത് നശിപ്പിക്കരുതേ. ഇത്ര നീതിമാന്മാരുണ്ടെങ്കിലും യഹോവയെ നീ നശിപ്പിക്കരുതേ. അബ്രഹാമിനെ തട്ടി മാറ്റി പോകാൻ ശ്രമിക്കുമ്പോഴും അബ്രഹാം മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ലോകത്തോടുണ്ട്, ലോകത്ത് നശിക്കാതിരിക്കാൻ. ദൈവമേ, ഒരിക്കലും നശിപ്പിക്കരുതേ. ആമേൻ. ഒരു പട്ടണത്തിലൊരു നീതിമാനുണ്ടെങ്കിൽ, ദേശത്തൊരു നീതിമാൻ, ഒരു ഭക്തൻ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് ദൈവാത്മാവിലൊരു കാര്യം വിളിച്ചു പറയാം. ദൈവഭക്തന്മാരും നീതിമാന്മാരും ഇല്ലാത്ത ദേശം നശിച്ചു. ഒരു സഭയില്ലാത്ത ദേശം, ദൈവദാസന്മാർ പാർക്കാത്ത ദേശം, അതിൽ അന്ധകാര നിബിഡമായി മാറും, തരിശു ഭൂമിയായി മാറും, കൃഷിയില്ലാത്തിടമായി മാറും. അവിടെ ഫലമുണ്ടാകുകയില്ല. കന്നുകാലികൾ, മൃഗങ്ങളിലൊന്നും ഫലമുണ്ടാകത്തില്ല. ആത്മീയ നന്മകളുടെ കൃഷിഫലം ഉണ്ടാകുകയില്ല. ദൈവദാസന്മാർ നെടുകയും കുറുകയും നടക്കണം, ദേശങ്ങളിൽ നടക്കണം. അവിടെ പ്രാർത്ഥന ദേശത്തിന് അനിവാര്യമാണ്. ദൈവം അവകാശമാക്കി കൊടുത്തിരിക്കുകയാണ് ദേശത്തെ. നിങ്ങൾ ആ ദേശത്തു നിന്ന് ഭക്തന്മാരെ ഓടിച്ചു കളഞ്ഞാൽ ദൈവം ആ ദേശത്തെ നശിപ്പിക്കും. അതിന് യാതൊരു സംശയവുമില്ല. എത്ര മനോഹരമായുള്ള ദേശമാണെങ്കിലും ദൈവം ആ ദേശത്തെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ദൈവദാസന്മാർക്കൊക്കെ പാർക്കാൻ വീടുകൾ കൊടുക്കുക, അവരെ കൊണ്ട് പാർപ്പിക്കുക. നിൻ്റെ ദേശം വിടിവിക്കപ്പെടണമെങ്കിൽ അവിടെ ഒരു കൂട്ടായ്മകൾ നടത്തുക, ചർച്ചുകൾ സ്ഥാപിക്കാൻ ഇടം കൊടുക്കുക, സ്ഥലം ഒത്തിരിയുള്ളവർ അതിനുവേണ്ടി സ്ഥലം കൊടുക്കുക. അതുകൊണ്ട് ദേശത്ത് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള ദൈവഭക്തന്മാരെ, പ്രാർത്ഥിക്കുന്നവരെ, അഭിഷക്തന്മാരെ ദേശത്ത് പാർപ്പിച്ചാൽ വലിയ ന്യായവിധിയിൽ നിന്നൊക്കെ ദൈവം ദേശത്തെ വിടുവിക്കും. അല്ലെങ്കിൽ ഇതിന് ന്യായവിധി, ദൈവിക സന്ദർശനം ദേശത്തുണ്ടാവും. അതിന് 100% ഉറപ്പാണ്. നിങ്ങൾ ദേശത്തു നിന്നൊരു ഭക്തനെ ഉപദ്രവിച്ച് ഓടിച്ചാൽ, അവനെ നിങ്ങൾ ഉപദ്രവിച്ചാൽ, നിങ്ങളുടെ ദേശത്തോട് ദൈവം ന്യായവിധി അയക്കും. ദൈവവചനപ്രകാരമാണ്. ദൈവം നിങ്ങളുടെ ദേശത്ത് തകർക്കും. ഇത് ജീവനുള്ള ദൈവമാണ്. നമുക്കറിയാം, വാടക വീട്ടിലെ കാര്യങ്ങൾ ദൈവദാസന്മാരൊക്കെ വാടക ചോദിച്ചു ചെല്ലുമ്പോൾ, ഇവിടെ പ്രാർത്ഥനയൊന്നും പാടില്ല, താമസിക്കുക മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ദൈവദാസന്മാർ ചോദിക്കും, അയ്യോ പ്രാർത്ഥനയും പറ്റത്തില്ല, പിന്നെ എന്തിനാ വീട്? ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഇതെൻ്റെ വീട്, എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, ഇത് വാടക വീടാണ്. ഇതിനും വാടക കൊടുത്താണ്, ഭീമമായ വാടക കൊടുത്താണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. പലപ്പോഴും വാടകയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഇപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ട്. സെക്യൂരിറ്റി ചോദിക്കുമ്പോൾ അവർ കയറ്റി പറയും, നമ്മൾ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി. എങ്ങനെയും പൊക്കോട്ടെ എന്ന് കരുതി നമ്മൾക്ക് വാടകയും സെക്യൂരിറ്റിയും കൂട്ടി പറയും. ബ്രോക്കർമാരുടെ ഒരു വലിയൊരു ഗ്യാങ് തന്നെ നമ്മുടെ ഇടയിലുണ്ട്. അവർ തമ്മിൽ കൂട്ടം കൂടിയാണ് ഇന്നടുത്ത് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് കൊടുക്കത്തില്ല വീട്. ആ ദേശത്തെങ്ങും നമുക്ക് പാർക്കാൻ പറ്റത്തില്ല. അനേക വീടുകളുണ്ട്, വേണമെങ്കിൽ വാടകയില്ലാതെ വേണേൽ ദേവദാസന്മാർക്ക് താമസിപ്പിക്കാം. പക്ഷേ അവർ മുഖം നോക്കിയും നിറം നോക്കിയും ജാതി നോക്കിയും ഒക്കെയാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയരെ, നിൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിനക്ക് സ്വസ്ഥമായി പാർക്കണമെങ്കിൽ, നിനക്കും നിൻ്റെ കുടുംബത്തിനും ആ ദേശത്ത് പാർക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയെ നീ ദേശത്ത് പാർപ്പിക്കണം. അവന് സമാധാനം നീ കൊടുക്കണം. അവനെ സംരക്ഷിക്കുന്ന ഒരു ചുമതല നീ ഏറ്റെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യം. ദൈവം ദേശത്തെ നശിപ്പിക്കും. അവിടെ സമാധാനം കാണത്തില്ല, അവിടെ ഐശ്വര്യം കാണത്തില്ല, അന്ധകാരം കൊണ്ട് നിറയ്ക്കും. അന്ധകാരം ആയിരിക്കും പിന്നെ അവിടെ വാഴുന്നത്. പ്രാർത്ഥിച്ചാൽ പിന്നെ ആ ദേശം ദൈവം നശിപ്പിക്കത്തില്ല. ഒരു ഭക്തൻ ആ ദേശത്തുണ്ടെങ്കിൽ ദൈവം നശിപ്പിക്കത്തില്ല, ഉറപ്പാണ്.
100% ഉറപ്പാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ആ ദേശത്തുണ്ടെങ്കിൽ എൻ്റെ ദാസന്മാരോട് ചോദിക്കാതെ ആലോചന ചോദിക്കാതെ ഞാൻ ഒരു ദോഷവും ചെയ്യത്തില്ലെന്ന് ദൈവം പറഞ്ഞു. ദൈവത്തിൻ്റെ ഭക്തന്മാരോട് ആലോചന ചോദിച്ചിട്ടാണ് ദൈവം ഓരോ കാര്യം ചെയ്യുന്നത്. ഭക്തന്മാരോട്, നീതിമാന്മാരോട്. അവിടെ പ്രാർത്ഥന വേണ്ട, അവിടെ ഉപവാസം വേണ്ട, അവിടെ സ്നേഹം വേണ്ട, ഒന്നും വേണ്ട. ദേശം വിട്ടു വെക്കൂ. യേശുവിനോട് പറഞ്ഞ പോലെ നീ അതിൽ വിട്ടു വെക്കും. ഇപ്പം കണ്ടില്ലേ, അനുഭവിക്കുന്നത് കണ്ടില്ലേ? യേശുവിനെ ഓടിച്ചു വിട്ടവരും യേശുവിനെ കൊന്നു കളഞ്ഞവരെല്ലാം ശരിക്കും അനുഭവിച്ചില്ലേ? ഞാനിവിടെ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. ഇവിടെ ബന്ധുക്കോസാരി ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ വീട് ചോദിച്ച് ചെന്നപ്പോൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് വേണ്ട, വീട് തരത്തില്ല എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഒത്തിരി അലഞ്ഞു. അനേക വീടുകളിൽ ഇപ്പോഴും ബുദ്ധിമുട്ടിയാണ്. ഇത് വാടക കൂടുതലാണ് ഈ വീട്ടിൽ. ഞങ്ങൾ ദൈവനാമനിമിത്തം നമ്മളത് സഹിച്ചുകൊണ്ട് ഇതിൽ പാർക്ക് ചെയ്യണം. നീതിമാൻ്റെ പേരോ ഇളകിപ്പോകില്ല. എൻ്റെ പേര് ഇളകിപ്പോകില്ല. നീതിമാൻ്റെ പേര്, അവൻ്റെ വേര്, അവൻ്റെ അടിസ്ഥാനം ഒന്നും ഇളകിപ്പോവുകയില്ല. ഒരു നാളും അവൻ കുലുങ്ങിപ്പോവുകയില്ല. നീതിമാൻ്റെ ഭവനം ആനന്ദിക്കും, സന്തോഷം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ദുഷ്ടൻ്റെ കൂടാരത്തിൽ ഇല്ല.